ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇന്നത്തെ ചെമ്പനീർ പൂവിൻ്റെ ഒരു അടിപൊളി വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ ശ്രുതിയെ ബ്ലാക്ക് മെയിൽ ചെയ്യാൻ വന്നിരിക്കുകയാണ് ഈ നവീൻ. അപ്പോൾ നവീൻ പറയാണ്, എനിക്കൊന്നും അറിയേണ്ട ആവശ്യമില്ല, നിനക്ക് പൈസ തരാൻ കഴിയില്ലെങ്കിൽ ഞാൻ ആവശ്യപ്പെടുന്ന ഫർണിച്ചറൊക്കെ എനിക്ക് തന്നേ മതിയാവുള്ളൂ, ഇലക്ട്രോണിക് സാധനങ്ങൾ എനിക്ക് തന്നേ മതിയാവുള്ളൂ എന്നിങ്ങനെ ശ്രുതിയോട് പറയുക. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും നിങ്ങൾ എന്തൊക്കെയാണ് പറയുന്നത്? ഞാൻ ഇവിടെ നിന്ന് എന്തെങ്കിലും സാധനങ്ങൾ തന്നു കഴിഞ്ഞാൽ ഇതിനൊക്കെ എണ്ണമുണ്ട്, ഞാൻ ശ്രുതിയോട് എന്തു പറയും? നീ എന്തെങ്കിലും പറ, ഞാൻ പറഞ്ഞല്ലോ, ഇതൊന്നും എനിക്കറിയേണ്ട ആവശ്യമില്ല. ഒരുപക്ഷെ ഞാൻ ആവശ്യപ്പെടുന്ന സാധനങ്ങൾ നീ എനിക്ക് തന്നില്ലെങ്കിൽ ഞാൻ നിന്റെ രഹസ്യങ്ങൾ മുഴുവനും നിന്റെ ഹസ്ബൻഡിനോട് പറയും. അപ്പൊ പിന്നെ അറിയാലോ, നിനക്ക് ആ വീട്ടിൽ നിലനിൽപ്പുണ്ടാവില്ല എൻ്റെ ശ്രുതിയേ. അപ്പൊ ആലോചിച്ചോ, ഞാൻ ഏതായാലും ഇവിടെ തന്നെ ഉണ്ടാകും, നിന്റെ ഭർത്താവിനെ കണ്ടിട്ട് ഞാൻ പോകാം, എന്താ അതുപോരെ എന്നും പറഞ്ഞ് ഈ നവീന് നേരെ അങ്ങോട്ട് പോവുക. ശ്രുതിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയാൻ പാടാത്തൊരവസ്ഥ. ദൈവമേ, ഇവൻ ഇപ്പം ഇതൊന്നും കൊടുത്തില്ലെങ്കിൽ ആകെ പണി പാളും. രഹസ്യങ്ങൾ മുഴുവനും ശ്രുതിയോട് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ശ്രുതിയെ അടിച്ച് പുറത്താക്കുകയും ചെയ്യും. പിന്നീട് കാണിക്കുന്ന നമ്മുടെ രേവതിയാണ്. അപ്പോൾ രേവതി മേശയ്ക്ക് ഇങ്ങനെ തുടച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് സച്ചി പറയാണ്, രേവതി ഞാൻ പോവാണ്ടോ? സച്ചി ഏട്ടാ. പക്ഷേ സച്ചി പോകുന്നതിന് മുമ്പ് തന്നെ രേവതി തിരിഞ്ഞു നോക്കുക. അപ്പൊ രേവതിയുടെ അടുത്തേക്ക് ചെന്നിട്ട് ഇങ്ങനെ നിൽക്കുക. എന്താ സച്ചിയേട്ടാ, സച്ചിയേട്ടൻ പോകുന്നില്ലേ? ഇതെന്താ ഇവിടെ വന്ന് നിൽക്കുന്നത്? അല്ല രേവതി, നീ ഇന്ന് എവിടെയെങ്കിലും പോകുന്നുണ്ടോ? പോകുന്നുണ്ട്. അല്ല എവിടെ? ഞാൻ പൂ കൊടുക്കാൻ പോകുന്നുണ്ട്. അതല്ല, നീ വേറെ ആരെങ്കിലും വിളിച്ചിട്ട് പൂ കെട്ടാനായിട്ട് പോകുന്നുണ്ടോ എന്നാണ് ഞാൻ ചോദിച്ചത്. അങ്ങനെ ഉണ്ടെങ്കിൽ ഒന്ന് പറയണം. എനിക്കാണെങ്കിലേ നിന്നെ അന്വേഷിച്ചെടുക്കാൻ പറ്റില്ല. ഓരോ സ്ഥലത്തും അന്വേഷിച്ചേ ഞാൻ വളരെയേറെ ബുദ്ധിമുട്ടിയതാണ്. അതുകൊണ്ട് എനിക്കിനി വയ്യ രേവതി. അങ്ങനെയാണോ സച്ചിയേട്ടാ? എങ്കിലേ ഞാൻ പോകുന്നുണ്ട് സച്ചിയേട്ടാ. പക്ഷേ എങ്ങോട്ടാണ് ഏതാണ് എന്നൊന്നും ഞാൻ പറയില്ല. ദേ രേവതി, നീ കളിക്കാൻ നിൽക്കരുതേ. ഞാൻ കളിക്കണേന്നല്ല, സത്യം പറഞ്ഞതാ. സച്ചിയേട്ടന് എന്നോട് എത്രത്തോളം ഇഷ്ടമുണ്ടെന്ന് ഞാനൊന്ന് കാണട്ടെ. അതുമാത്രമല്ല, സച്ചിയേട്ടൻ്റെ അമ്മയും കാണട്ടെ. അപ്പൊ അങ്ങനെ, അപ്പൊ ഇതെല്ലാം കരുതിക്കൂട്ടി വെച്ച പ്ലാനായിരുന്നല്ലേ? അമ്മയെ കാണിക്കാൻ വേണ്ടി. അതെ, അമ്മയെ കാണിക്കാൻ വേണ്ടി തന്നെയാ. സച്ചിയേട്ടൻ്റെ അമ്മ 24 മണിക്കൂറും പറയുന്നുണ്ടല്ലോ സച്ചിയേട്ടന് എന്നോട് ഇഷ്ടമില്ല എന്നൊക്കെ. പക്ഷേ സച്ചിയേട്ടൻ്റെ അമ്മ കാണണം സച്ചിയേട്ടന് എന്നോട് എത്ര മാത്രം ഇഷ്ടമുണ്ടെന്ന്. അതുകൊണ്ട് ഞാൻ പോകും. ഇത് ഇടുന്നപ്പോഴേക്ക് സച്ചി, അല്ല രേവതി, ദേ ഇങ്ങനെയൊന്നും പറയാൻ നിൽക്കരുതേ, എനിക്ക് വയ്യാത്ത കൊണ്ടാ. നീ ഇനി ഇവിടുന്ന് പോകാൻ നിൽക്കരുത്. ദയവ് ചെയ്തു പോകരുത്. ഇത് കേട്ട രേവതിക്ക് ചിരി വരിക. ഇപ്പൊ രേവതിയാണെങ്കിൽ, എൻ്റെ സച്ചിയേട്ടാ, ഞാൻ വെറുതെ പറഞ്ഞല്ലേ, ഞാൻ എങ്ങും പോകില്ല. സച്ചിയേട്ടൻ വരുമ്പോ ഞാൻ ഇവിടെ തന്നെ ഉണ്ടാകും. എന്താ അതുപോലെ? സത്യമാണല്ലോ, പിന്നെ അല്ലാതെ സത്യം തന്നെയാ. ഈ രേവതി എങ്ങോട്ടും പോകുന്നില്ല. പൂവെല്ലാം കൊടുത്തിട്ട് കറക്റ്റ് സമയമാകുമ്പോൾ ഇവിടെ തന്നെ ഉണ്ടാകും സച്ചിയേട്ടാ. സച്ചിയേട്ടൻ ആ കാര്യത്തിൽ ടെൻഷൻ അടിക്കേണ്ട യാതൊരു ആവശ്യമില്ല. അപ്പൊ പിന്നെ എനിക്ക് ധൈര്യമായിട്ട് പോകാമല്ലോ അല്ലേ രേവതി? ധൈര്യമായിട്ട് പോയി വാ. അങ്ങനെ നമ്മുടെ സച്ചി പോകുന്ന സമയത്ത് സച്ചിയുടെ കൈ കയറി ഒന്ന് പിടിക്കുകയാണ് രേവതി. പിടിച്ചതിന് ശേഷം രേവതിയും സച്ചിയും ഇങ്ങനെ ഒന്നാകുന്ന ഒരു സീന്. അപ്പോഴേക്കും സച്ചി ഒരു ഉമ്മ കൊടുക്കാനായിട്ട് പോവാ. അപ്പോഴേക്കും നമ്മുടെ രേവതി ആണെങ്കിൽ തള്ളി മാറ്റുകയും ചെയ്യാണ്. ഒരു ഉമ്മതാ രേവതി, അയ്യടാ പോയി പണിയുണ്ടാ നോക്ക് എന്നും പറഞ്ഞുകൊണ്ട് സച്ചിയെ പറഞ്ഞയക്കുകയാണ് രേവതി. രേവതിക്കാണെങ്കിൽ ചിരി സഹിക്കാനും പറ്റുന്നില്ല. അങ്ങനെ പിന്നീട് കാണിക്കുന്നത് ഒരു ലോഡ് സാധനങ്ങൾ മുഴുവനും ഇയാളിങ്ങനെ വണ്ടി കയറ്റിക്കൊണ്ടിരിക്കുക. ശ്രുതിക്കാണെങ്കിൽ ആകെ ടെൻഷനാവുന്നുണ്ട്. അപ്പോൾ ശ്രുതി ഇങ്ങനെ മനസ്സിലിരിക്കണം, ദൈവമേ സാധനങ്ങൾ മുഴുവനും കൊണ്ടുപോയല്ലോ, ഇവൻ്റെ ശല്യം ഒന്ന് ഒഴിഞ്ഞാൽ മതിയായിരുന്നു. ഇവൻ ഇങ്ങനെ പോയാൽ ശരിയാവില്ലല്ലോ, ഇവൻ മനുഷ്യനെ ശല്യപ്പെടുത്തിക്കൊണ്ട് തന്നെ ഇരിക്കുകയാണല്ലോ ദൈവമേ എന്നൊക്കെ ചിന്തിച്ച് അങ്ങനെ ശ്രുതി വരികയാണ്. അപ്പോൾ ശ്രുതി വന്നു കഴിഞ്ഞപ്പോഴേക്കും വണ്ടിയിലേക്ക് ഒരു ലോഡ് സാധനങ്ങളാണ് കയറ്റുന്നത്. ഇത് കണ്ട ശ്രുതി ആകെ കണ്ണു തള്ളിപ്പോവാ. ആദ്യമായിട്ടാണ് കഴിയുന്നത് ഇത്രേ സാധനങ്ങൾ ഒരാൾ എടുത്തുകൊണ്ട് പോകുന്നത്. അപ്പൊ ഇത് കണ്ട ശ്രുതി നേരെ അവിടുത്തെ സ്റ്റാഫിനോട് ചോദിക്കണം, ഇതെന്താണ് ഇത് വലിയൊരു ഡീലാണല്ലോ നടന്നിരിക്കുന്നത്, ഇത് കുറേ സാധനങ്ങളുണ്ടല്ലോ വണ്ടിയിൽ. അതേ സാറേ, കുറേ സാധനങ്ങളുണ്ട്. ഇതേ സാറിൻ്റെ വൈഫ് ഡീല് ചെയ്ത് അയാളെ കൊണ്ട് എടുപ്പിച്ചതാ. സാറിൻ്റെ വൈഫിൻ്റെ കഴിവ് അപാരം തന്നെയാ. ഇതേപോലൊരു ഭാര്യയെ കിട്ടിയതേ
സാറിൻ്റെ ഭാഗ്യമാണ്. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ശ്രുതി ഒന്ന് പൊങ്ങി. പക്ഷേ ഇതെല്ലാം ശ്രുതി കേട്ടുകൊണ്ട് നിൽക്കുന്നുണ്ടായിരുന്നു. ശ്രുതിക്കാണെങ്കിൽ ഇതൊക്കെ കേട്ടപ്പോൾ ആകെ പേടിയും തോന്നുകയാണ്. ദൈവമേ, സത്യങ്ങൾ മുഴുവനും ശ്രുതി അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തൻ്റെ തല പോകുമെന്ന് ശ്രുതിക്കറിയാം. അങ്ങനെ ശ്രുതിയെ കാണാൻ വേണ്ടി ശ്രുതി ഓടിച്ചെല്ലുക. ഓടിച്ചെന്നിട്ട് ശ്രുതി, എന്താ ശ്രുതി കാണുന്നത്, കോട്ട് കൈ എന്നും പറഞ്ഞുകൊണ്ട് കൈ കൊടുക്കുക. എന്താ ശ്രുതി? അല്ല, നീയൊരു കസ്റ്റമറെ നന്നായിട്ട് തന്നെ ഡീല് ചെയ്ത് നിർബന്ധിച്ച് ഇത്രേ സാധനങ്ങൾ എടുപ്പിച്ചിരിക്കുന്നു. ദേ, നിന്നെക്കുറിച്ച് ഓർക്കുമ്പോഴേ എനിക്ക് അഭിമാനം തോന്നുകയാണ്. നീയാണ് എൻ്റെ ഭാഗ്യം. നീ ഇത്രയും സാധനങ്ങൾ എടുപ്പിച്ചല്ലോ. എത്ര ലക്ഷം കാണും? 2 ലക്ഷമോ അല്ലെ 3 ലക്ഷമോ? 3 ലക്ഷത്തിന് മേളിൽ പോയോ ശ്രുതി? ഒന്ന് പറ ശ്രുതി. അത് പിന്നെ ശ്രുതി, ഒരു 2-2.5 ലക്ഷം രൂപ കാണും. മതി, അത്രയും മതി. പൈസ എങ്ങനെ ക്യാഷ് ആയിട്ടാണോ തന്നത്? കയ്യിൽ തന്നോ അല്ലെങ്കിൽ ഗൂഗിൾ പേ ചെയ്തോ? എനിക്ക് മനസ്സിലായി, ഗൂഗിൾ പേ ചെയ്തല്ലേ എന്നും പറഞ്ഞുകൊണ്ട് ഫോൺ എടുത്ത് നോക്കിയാണ് ഗൂഗിൾ പേ ചെയ്തിട്ടുണ്ടോ എന്ന്. പക്ഷെ അതിലൊരു ഗൂഗിൾ പേയും ചെയ്തിട്ടില്ല. അപ്പോൾ ശ്രുതി, ഇതെന്താ ഗൂഗിൾ പേ ചെയ്ത മെസ്സേജ് ഒന്നും വന്നിട്ടില്ലല്ലോ, ഇതെന്താ വരാത്തത്? എന്താ ശ്രുതി എന്തൊന്നും മിണ്ടാത്തത്? അത് പിന്നെ ശ്രുതി, അയാള് ക്യാഷ് തന്നിട്ടില്ല. അയാള് ഇൻസ്റ്റാൾമെൻ്റ് ആയിട്ടാണ് ഇതെല്ലാം എടുത്തുകൊണ്ട് പോയത്. ശ്രുതി, എന്തൊക്കെയാ ശ്രുതി പറഞ്ഞത്? ഇത്രയും സാധനങ്ങൾ ഇൻസ്റ്റാൾമെൻ്റ് ആയിട്ട് എടുത്തുകൊണ്ട് പോയെന്നോ? നീ എന്തൊക്കെയാ ശ്രുതി പറയുന്നത്? എനിക്ക് ആകെ ദേഷ്യം വരുന്നുണ്ട് കേട്ടോ. നീ എന്താ ഇത്രയും സാധനങ്ങൾ ഇൻസ്റ്റാൾമെൻ്റ് ആയിട്ട് കൊടുത്തത്? നമ്മൾ നേരത്തെ പറഞ്ഞു വെച്ച കാര്യമല്ലേ, ആർക്കും ഇൻസ്റ്റാൾമെൻറ്റ് കൊടുക്കൂല എന്ന്. എന്നിട്ട് നീ തന്നെ ഇത് ഇൻസ്റ്റാൾമെൻറ്റ് കൊടുത്തോ ശ്രുതി? ഇതൊന്നും ശരിയായ ഏർപ്പാടല്ല. അത് പിന്നെ ശ്രുതി, എനിക്കറിയാവുന്ന ആളാണ്. എൻ്റെ കസ്റ്റമറുടെ ഒരു ഹസ്ബൻഡാണ് എന്നിങ്ങനെ പറയുക. അതുകൊണ്ട് ഇൻസ്റ്റാൾമെൻറ്റ് കൊടുക്കണമെന്നോ? ശരി, എങ്കിൽ പൈസ വല്ലതും ഇട്ടോ? ആദ്യത്തെ പൈസ വല്ലതും ഇട്ടോ എന്ന് ചോദിച്ചു കഴിയുമ്പോഴേക്കും ഇല്ല, ഒന്നും തന്നിട്ടില്ല. എൻ്റെ ദൈവമേ, ഒന്നും തരാതെയാണോ ഇത്രയും സാധനങ്ങൾ അയാൾ എടുത്തുകൊണ്ട് പോയത്? അയാൾ പൈസ തരും എന്ന് ഉറപ്പാണോ നിനക്ക് അയാളെ വിശ്വാസമുണ്ടോ എന്നിങ്ങനെ കുത്തി ശ്രുതിയോട് വീണ്ടും ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും ശ്രുതിക്ക് കലി വരികയാണ്. ശ്രുതി പറയാണ്, ശ്രുതി, ഞാൻ പറഞ്ഞല്ലേ എൻ്റെ ഒരു ഫ്രണ്ട്, എൻ്റെ ഒരു ക്ലയൻറ്റിൻ്റെ ഹസ്ബൻഡാണെന്ന്. എന്നിട്ട് എന്താ ശ്രുതി അത് വിശ്വസിക്കാത്തത്? അവർ പൈസ തരും, അതെനിക്ക് ഉറപ്പുള്ള കാര്യം തന്നെയാണ്. മാസം കറക്റ്റ് പൈസ അവരടച്ചോളൂന്നേ. ദേ, അപ്പോൾ എനിക്ക് ഈ കടയിൽ ഒരു അവകാശമില്ലേ? ഞാൻ ചെയ്തത് മുഴുവൻ തെറ്റാണെന്നാണോ ശ്രുതി പറയുന്നത്? എന്ത് കേട്ടോ ശ്രുതി? അയ്യോ, അങ്ങനെയല്ല ശ്രുതി, നിനക്ക് ഈ കടയിൽ അവകാശമില്ലെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. നീ തന്നെയല്ലേ എന്നോട് പറഞ്ഞത് ഇൻസ്റ്റാൾമെൻ്റ് ആയിട്ട് ആർക്കും ഒരു സാധനങ്ങളും കൊടുക്കണ്ട എന്ന്. എന്നിട്ട് ഇപ്പോൾ നീ തന്നെ ഇൻസ്റ്റാൾമെൻ്റ് ആയിട്ട് ഇത്രയും സാധനങ്ങൾ കൊടുത്തിരിക്കുന്നു. അതുകൊണ്ട് ഞാൻ ചോദിച്ചെന്നേ ഉള്ളൂ. അത് പിന്നെ എനിക്ക് ഈ കടയിൽ അവകാശം ഉണ്ടെന്നൊക്കെ വിചാരിച്ചുകൊണ്ടാണ് ഞാൻ ഇത്രയും സാധനങ്ങൾ അയാൾക്ക് കൊടുത്തത്. അതിപ്പോൾ അങ്ങനെയല്ല, ഇതെനിക്ക് മനസ്സിലായി ശ്രുതി. അയ്യോ, അങ്ങനെ പറയരുത്, നീ ഇങ്ങനെ ദേഷ്യപ്പെടല്ലേ. ഞാൻ എൻ്റെ ഒരു ടെൻഷൻ കൊണ്ട് ഇങ്ങനെ പറഞ്ഞതാ. ഇത്രയും സാധനങ്ങൾ കൊടുത്തു, ഒരു പരിചയമില്ലാത്ത ആള്, നിനക്ക് പരിചയം ഉണ്ടെന്നും പറയുന്നു, നീ പൈസ തരുമെന്നും പറയുന്നു. ശരി, അത് വിട്ടേര്. ഏതായാലും സാധനങ്ങൾ കൊടുത്തല്ലോ, ഇനി അതിനെക്കുറിച്ച് കൂടുതൽ സംസാരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അതാ നല്ലത്. നിനക്ക് പാർലറിൽ പോകണ്ടേ? പോണം. എങ്കിൽ നീ പോയിക്കോ. ശരി ശ്രുതി, എങ്കിൽ പിന്നെ ഞാൻ പോയിട്ട് വരാം എന്നും പറഞ്ഞുകൊണ്ട് ശ്രുതി അവിടെ നിന്ന് ഒറ്റ മുങ്ങിക്കഴിഞ്ഞപ്പോഴേക്കും ശ്രുതിയുടെ കൂട്ടുകാരെ വിളിക്കുകയാണ്. എടി, നീയേ എത്രയും പെട്ടെന്ന് എന്നെ കാണണം. ഞാൻ പറയുന്ന സ്ഥലത്തൊന്നും വന്ന് നിൽക്കോ, ഞാൻ ഉടനെ അങ്ങോട്ട് വരാം എന്നും പറഞ്ഞുകൊണ്ട് ശ്രുതിയുടെ ഫോൺ കട്ട് ചെയ്ത് ഈ കൂട്ടുകാരിയെ കാണാൻ വേണ്ടി പരക്കം മാഞ്ഞ് പോവുക. പിന്നീട് കാണിക്കുന്നത് നമ്മുടെ ഇതിനെയാണ്, രേവതിയെ. അപ്പോൾ രേവതി അടുക്കളയിൽ ഇങ്ങനെ ജോലി ചെയ്തുകൊണ്ടിരിക്കുക. കുക്കിംഗ് എന്തോ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് വർഷം അങ്ങോട്ട് ചെന്ന് കെട്ടിപ്പിടിക്കുകയാണ് നമ്മുടെ രേവതി ചേച്ചി എന്ന് പറഞ്ഞുകൊണ്ട്. രേവതി ചേച്ചി എന്താ ഉണ്ടാക്കുന്നത്? ഞാൻ വെണ്ടയ്ക്ക മെഴുക്കുവരട്ടി ഉണ്ടാക്കുന്നത്, നോക്കി ടേസ്റ്റ് ചെയ്ത് നോക്കി എന്നും പറഞ്ഞുകൊണ്ട് ടേസ്റ്റ് ചെയ്യാനായിട്ട് കൊടുക്കുക. ടേസ്റ്റ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞപ്പോഴേക്കും ഹായ്, അടിപൊളിയാണല്ലോ, നല്ല ടേസ്റ്റ് ഉണ്ടല്ലോ എന്നിങ്ങനെ പറയാം. ഇങ്ങനെ പറഞ്ഞപ്പോഴേക്കും ടേസ്റ്റ് ഉണ്ടല്ലേ? പിന്നെ അല്ലാതെ. എനിക്ക് രേവതി ചേച്ചിയെ കുറിച്ച് ആലോചിക്കുമ്പോഴേ ഭയങ്കര ഇതാ തോന്നുന്നത്. കാരണം എനിക്ക് രേവതി ചേച്ചി പോലെ ആകണമെന്നൊക്കെ ആഗ്രഹമുണ്ട്, പക്ഷേ സാധിക്കില്ല. ചേച്ചിക്ക് എങ്ങനെ സാധിക്കും ചേച്ചി? ഇങ്ങനെ ആരോടും ദേഷ്യപ്പെടാതിരിക്കാനായിട്ട് ചേച്ചിക്ക് എന്താ ദേഷ്യം വരില്ലേ ചേച്ചി എന്നൊക്കെ ചോദിക്കുകയാണ്. അപ്പോഴേക്ക് നമ്മുടെ ചന്ദ്ര അങ്ങോട്ട് വരുന്ന. അപ്പോൾ ഇവർ രണ്ടുപേരും കൂടി എന്താണ് വർത്താനം പറയുന്നതെന്ന് അറിയാൻ വേണ്ടി ഇങ്ങനെ ഒളിഞ്ഞു നിൽക്കുകയാണ് നമ്മുടെ ചന്ദ്ര.
അപ്പോൾ വർഷയും സംസാരിക്കാം. എന്നാലും ചേച്ചിയുടെ ഹസ്ബൻഡ് ചേച്ചി എന്തെല്ലാം പറഞ്ഞു, എന്നിട്ട് ചേച്ചി ഒരു അക്ഷരം പോലും മിണ്ടിയില്ലല്ലോ. ചേച്ചിക്ക് ഒരു ദേഷ്യം പോലും ഉണ്ടായിരുന്നില്ല. സച്ചിയേട്ടനോട് ക്ഷമിച്ചില്ലേ? ആര് പറഞ്ഞു? എനിക്ക് ദേഷ്യമൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ സച്ചിയേട്ടൻ എന്നെ കാണാത്തതിൻ്റെ പേരിൽ ഒരുപാട് അലഞ്ഞില്ലേ വർഷേ? അതുകൊണ്ട് സച്ചിയേട്ടനെ കുറിച്ച് ആലോചിച്ചപ്പോൾ എനിക്ക് സങ്കടം തോന്നി. അപ്പം തന്നെ ദേഷ്യം ഇല്ലാതെയായി എൻ്റെ വർഷേ എന്ന് പറയാ. പക്ഷേ ചേച്ചിയുടെ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിൽ, എന്നെ ആരെങ്കിലും വേദനിപ്പിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ സ്വഭാവം അവർ ശരിക്കും മനസ്സിലാക്കും. ഓ അങ്ങനെയാണോ വർഷേ? പിന്നെ അല്ലാതെ അങ്ങനെ തന്നെയാണ് എന്നിങ്ങനെ പറയാ. ഓ അങ്ങനെയാണെങ്കിൽ ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ശ്രീകാന്തിനെ എന്തെങ്കിലും പറഞ്ഞാലോ? ശ്രീകാന്ത് എന്നെ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നീ വീട്ടിലേക്ക് മടങ്ങിപ്പോകോ എന്ന് ചോദിക്കണം. ഞാനെന്തിനാ എൻ്റെ വീട്ടിലേക്ക് മടങ്ങിപ്പോകുന്നത്? ഞാൻ മടങ്ങിപ്പോകേണ്ട കാര്യമൊന്നുമില്ല. ശ്രീകാന്ത് എന്നെ മനസ്സ് വേദനിപ്പിക്കുന്ന രീതിയിൽ ഇതേപോലെ എന്തെങ്കിലും സംസാരിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാനേ മൂക്കിനിട്ടൊരു പഞ്ച് കൊടുക്കും. ഇത് കേട്ടുകഴിഞ്ഞപ്പോഴേക്ക് ചന്ദ്രൻ ഞെട്ടിപ്പോവുകയാണ്. എൻ്റെ ദൈവമേ. അപ്പോൾ നമ്മുടെ രേവതി ചോദിക്കണം, ദേ പഞ്ച് കൊടുക്കുമെന്നോ? അതേന്നേ, ഞാൻ പഞ്ച് കൊടുക്കും. മൂക്കിൻ്റെ പാലം ഇടിച്ച് നിരപ്പാക്കും ഞാൻ. എൻ്റെ ദൈവമേ, നീ അങ്ങനെ ചെയ്യുന്നതാണോ? അപ്പോൾ ചന്ദ്ര ഇങ്ങനെ മനസ്സ് ചിന്തിക്കുകയാണ്, എൻ്റെ ദൈവമേ, ഇങ്ങനെ ഒരുത്തിയാണല്ലോ എൻ്റെ മോൻ കെട്ടിയത്. അവൻ്റെ ഗതി അതോ ഗതിയായി പോകുമല്ലോ. അവൻ്റെ അവസ്ഥ അതീവ ഗുരുതരമാവുമല്ലോ ദൈവമേ. അപ്പോഴേക്കും ചേച്ചി, ഞാനേ ശ്രീകാന്തിൻ്റെ മൂക്കിടിച്ച് പരുത്തും. ശ്രീകാന്ത് അതും കൊണ്ട് ഡോക്ടറെ അടുത്ത് പോകും, പ്ലാസ്റ്റർ ഇട്ടിട്ട് വരികയും ചെയ്യും, ബാൻഡേജ് ഒടിച്ച് വരികയും ചെയ്യും എന്നിങ്ങനെ പറയുക. ചേച്ചി, ഞാനൊരു കാര്യം പറയട്ടെ. ചേച്ചി എന്നോട് ചോദിക്കുക, ശ്രീകാന്തേ, നിന്റെ മൂക്കിൻ്റെ പാലം എന്തായി? നിന്റെ ബാൻഡേജ് ഇട്ടിട്ട് നിനക്ക് വേദനയുണ്ടോ എന്നിങ്ങനെ ചോദിക്കേ. ഓ അങ്ങനെ ചോദിക്കണോ? ശരി, ഞാൻ ചോദിക്കാം. ശ്രീകാന്തേ, നിന്റെ മൂക്കിൻ്റെ പാലം എന്തായി? ബാൻഡേജ് ഇട്ടിട്ട് നിനക്ക് വേദനയുണ്ടോ എന്നിങ്ങനെ നമ്മുടെ രേവതി ചോദിക്കുക. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും വർഷയാണെങ്കിൽ മൂക്കൊന്ന് താത്തി പിടിച്ചിട്ട്, ഇല്ല ഡോക്ടറെ, എൻ്റെ മൂക്കിൻ്റെ പാലം റെഡിയായിട്ടില്ല. ബാൻഡേജ് അഴിക്കുമ്പോൾ മൂക്കിൻ്റെ പാലം ഉദ്ഘാടനം ചെയ്യാൻ ഞാൻ ഡോക്ടറെ വിളിക്കാം എന്നിങ്ങനെ കോമഡി ആയിട്ട് തന്നെ പറയുക. ഇത് കേട്ട് രണ്ടുപേരിരുന്ന് ഇങ്ങനെ പൊട്ടി ഇങ്ങനെ ചിരിക്കുകയാണ്. ശരി, അതൊക്കെ ഇരിക്കട്ടെ വർഷേ. വേറൊരു കാര്യം ഞാൻ ചോദിക്കട്ടെ. ഇവിടുത്തെ അമ്മയില്ലേ, അമ്മ നിന്റെ മനസ്സ് വേദനിപ്പിക്കുന്ന രീതിയിൽ എന്തെങ്കിലും പറഞ്ഞെന്നിരിക്കട്ടെ, നിന്റെ പ്രവൃത്തി എന്തായിരിക്കും? ഓ അത് ചേച്ചിക്കറിയണം അല്ലേ? ഇവിടത്തെ അമ്മ എങ്ങാനും എൻ്റെ മനസ്സ് വേദനിപ്പിക്കുന്ന രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ, ചേച്ചി ആ ചട്ട കൊണ്ടുവന്നേ. ഇതെന്തിനാ? ഈ ചട്ടക ഇങ്ങോട്ട് എടുത്ത് തീയിൽ വെച്ച് പഴിപ്പിച്ചിട്ട് അവരുടെ മുഖത്ത് വെക്കും ഞാൻ എന്നിങ്ങനെ വർഷ പറഞ്ഞപ്പോ നമ്മുടെ ചന്ദ്ര ഞെട്ടി വിറച്ച് വല്ലാത്തൊരവസ്ഥ നിൽക്കുകയാണ്. രേവതിക്ക് ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ചിരി സഹിക്കാനും പറ്റുന്നില്ല. പിന്നീട് കാണിക്കുന്നത് നമ്മുടെ ശ്രുതിയും അതേപോലെ തന്നെ ശ്രുതിയുടെ കൂട്ടുകാരി കൂടി കാണുകയാണ്. അപ്പോൾ ശ്രുതിയുടെ കൂട്ടുകാരിയുടെ കാര്യങ്ങളെല്ലാം പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ഇവനെ കൊണ്ട് തോറ്റല്ലോ, ഇവൻ ഇങ്ങനെ വിട്ടാൽ ശരിയാവില്ലല്ലോ, ഇവനെന്താ എന്ത് ഭാവിച്ചാണ്? അതെ, ഇങ്ങനെ വിട്ടാൽ ശരിയാവില്ല. ഇവനെ ഞാനിങ്ങനെ വെറുതെ വിടില്ല. നീ ഒരു കാര്യം ചെയ്യ്, പോലീസ് സ്റ്റേഷനിൽ പോയി കംപ്ലൈൻറ്റ് കൊടുക്കും. പോലീസ് സ്റ്റേഷനിൽ പോയി കംപ്ലൈൻറ്റ് കൊടുത്ത് ആദ്യം കുടുങ്ങാൻ പോകുന്നത് ഞാൻ തന്നെ ആയിരിക്കും. കാരണം അവൻ എന്നെ ബ്ലാക്ക് മെയിൽ ചെയ്തതെന്നും പറഞ്ഞല്ലേ ഞാൻ കംപ്ലൈൻറ്റ് കൊടുക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ എങ്ങനെയാണ് ബ്ലാക്ക് മെയിൽ ചെയ്തത്, എന്തിനു വേണ്ടിയാണ് എന്ന് ചോദിക്കും. ഇവനാണെങ്കിൽ സത്യങ്ങൾ മുഴുവനും പറയുകയും ചെയ്യും, ഞാൻ ശ്രുതിയെ പറ്റിച്ച് കഴിയുകയാണെന്ന്, ഞാനൊരു കല്യാണം കഴിച്ച സ്ത്രീയാണെന്നും എനിക്കൊരു മകനുള്ള കാര്യവും അതിൻ്റെ പേരിൽ ചീറ്റിംഗ് കേസിൽ എന്നെ കൊണ്ടേ പോലീസുകാരെ അകത്തിടും. അതായിരിക്കും സംഭവിക്കാനായിട്ട് പോകുന്നത്. പിന്നെ എന്ത് ചെയ്യാനാണ് ശ്രുതി? ചെയ്യാനുണ്ട് കൊട്ടേഷൻ. ഇനി അതാണ് ഞാൻ ചെയ്യാനായിട്ട് പോകുന്നത്. നീ അവനെ കൊല്ലാനായിട്ട് പോവുകയാണോ? കൊല്ലേന്നുമില്ല, പക്ഷേ ഞാൻ കൊട്ടേഷൻ കൊടുക്കും. ഇനി മേലാൽ അവൻ എൻ്റെ പിന്നാലെ വരരുത്, ആ നവീൻ കുമാർ എന്നിങ്ങനെ ശ്രുതി പറയാ. അപ്പം അങ്ങനെയും കാണിച്ചുകൊണ്ടാണ് നമ്മുടെ ഇന്നത്തെ റിവ്യൂ ഇവിടെ അവസാനിച്ചിരിക്കുന്നത്. അടുത്ത റിവ്യൂവിനായി കാത്തിരിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് തന്നെ നമസ്കാരം. താങ്ക് യു. ബൈ.